ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഓം മുദാകരാത്തമോദകം സദാ വിമുക്തിസാധകം കലാധരാവതംസകം വിലാസിലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ ഭദൈത്യകം നതാശുഭാശുനാശകം നമാമീതം വിനായകം. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിः വശിന്യാദ്യാഭിസ്ത്വാം സഹജനനീ സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിः വചോഭിർവാഗ്ദേവീ വദനകമലാമോദമധുരൈः. മാണിക്യപ്രതിമപ്രഭാം ഹിമനിഭൈത്തുംഗൈശ്ചതുർഭിർഗജൈः ഹസ്താഗ്രാഹിതരത്നകുംഭസലിലൈരാസിച്യമാനം മുദാ ഹസ്താബ്ജൈർവരദാനമംബുജയുഗ ഭീതിർദധാനാം ഹരികാന്താം കാംക്ഷിതപാരിജാതലതീകാം വന്ദേ സരോജാസനാം. ഓം ശ്രീമാത്രേ നമഃ. അടുത്ത എന്താണ്? അടുത്തൊരു നാമം നോക്കാം. താടങ്കങ്ങളെ കുറിച്ച്. ഇനി നമ്മളിപ്പോ കർണത്തെ കുറിച്ച്, കാതിനെ കുറിച്ച് പറഞ്ഞു. ഇനി ആ കാതിലണിയുന്ന ആഭരണത്തെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? താടങ്കങ്ങൾ എന്ന് പറഞ്ഞാല് പണ്ടത്തെ ഒക്കെ നല്ല ഈ വളയൊക്കെ മാതിരിയുള്ള വൃത്താകൃതിയിലുള്ള തൂങ്ങി കിടക്കുന്ന ഒരു സാധന താടങ്ക, തോടാന്നൊക്കെ പറയും. ഇപ്പോൾ അങ്ങനെ അത്ര പ്രാധാന്യമൊന്നും ഇല്ല ആൾക്കാർക്ക്. താടങ്കയുഗളീഭൂതമാണ്. താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല. നാം എങ്ങനെയാണ്? ഒരിക്കൽ കൂടി വായിക്കാം. താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല. യുഗളീഭൂതം തപനൻ ഉടുപൻ മണ്ഡലം. തപനൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഉടുപൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. മനസ്സിലായോ? തപനോടുപമണ്ഡല. തപനൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഉടുപൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, മണ്ഡല. ഇങ്ങനെ ഒന്നിലധികം നാമങ്ങളെ കോർത്തിണക്കിയിട്ടാണ് ഒരു നാമം ഉണ്ടാക്കിയത്. താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല. തപനമണ്ഡലം എന്ന് പറഞ്ഞാൽ സൂര്യമണ്ഡലം. മനസ്സിലാവുന്നുണ്ടോ? തപനമണ്ഡലം എന്ന് പറഞ്ഞാൽ സൂര്യമണ്ഡലം, ഉടുപമണ്ഡലം എന്ന് പറഞ്ഞാൽ ചന്ദ്രമണ്ഡലം. അപ്പൊ സൂര്യനും ചന്ദ്രനും അർത്ഥം മനസ്സിലായോ? സൂര്യനും ചന്ദ്രനും. ഈ ഇടത്തെ താടങ്കത്തെ ചന്ദ്രമണ്ഡലമായിട്ടും അല്ലെങ്കിൽ ചന്ദ്രനായിട്ടും വലത്തെ താടങ്കത്തെ, വലത്തെ കർണത്തില് അണിഞ്ഞിരിക്കുന്ന ആ ആഭരണത്തെ തപനോട്, സൂര്യനോട് ഉപമിച്ചിരിക്കുന്നു. ഇടത്തെ കർണത്തിൽ അണിഞ്ഞിരിക്കുന്ന താടങ്കം ചന്ദ്രനോടും വലത്തെ കർണത്തിൽ അണിഞ്ഞിരിക്കുന്ന താടങ്കങ്ങൾ, അതാണ് താടങ്ക യുഗളം എന്ന് പറയും. യുഗളം എന്ന് പറഞ്ഞാൽ രണ്ട് എന്നുള്ള അർത്ഥമാണ്. മനസ്സിലായോ? യുഗളം എന്ന് പറഞ്ഞാൽ രണ്ട്. ഇടത്തെ കാതിലെയും വലത്തെ കാതിലെയും രണ്ട് താടങ്കങ്ങളെ ഒരുമിച്ച് താടങ്ക യുഗളം. ഈ താടങ്ക യുഗളങ്ങള് ഈ സൂര്യനും ചന്ദ്രനും അല്ലെങ്കിൽ സൂര്യമണ്ഡലവും ചന്ദ്രമണ്ഡലവും താടങ്കയുഗളമായി ഭവിച്ചതാർക്കാണോ ആ ദേവി എന്നാണ്. തപനമണ്ഡലവും, ശ്രദ്ധിച്ച് കേൾക്കുക, തപനമണ്ഡലം എന്ന് പറഞ്ഞാൽ സൂര്യമണ്ഡലം, ഉടുപമണ്ഡലം എന്ന് പറഞ്ഞാൽ ചന്ദ്രമണ്ഡലം. അപ്പോ തപനമണ്ഡലം അല്ലെങ്കിൽ സൂര്യൻ ചന്ദ്രൻ എന്നർത്ഥം. സൂര്യനും ചന്ദ്രനും
താടങ്കയുഗളമായി ഭവിച്ചത് ആർക്കാണോ ആ ദേവി എന്നർത്ഥം. അപ്പൊ ദേവിയുടെ കാതുകളിൽ അണിഞ്ഞിരിക്കുന്നത് സൂര്യമണ്ഡലത്തെയും ചന്ദ്രമണ്ഡലത്തെയുമാണ് താടങ്കങ്ങളായിട്ട്, കർണാഭരണങ്ങളായിട്ട് അണിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രഭാപൂരം ആലോചിച്ച് നോക്കൂ. അവിടെയാണ് അതിന്റെ പ്രത്യേകത. താടങ്കം എന്ന് പറഞ്ഞാൽ തോട എന്നൊക്കെയുള്ള അർത്ഥം പറയാറുണ്ട്. കമ്മല് എന്നൊക്കെ പറയാറില്ലേ. യുഗളീഭൂതം എന്ന് പറഞ്ഞാല് താടങ്ക യുഗളീഭൂതം, രണ്ടായി തീർന്നത് എന്നാ. താടങ്കങ്ങൾ എങ്ങനെയാണ് രണ്ടായി തീർന്നത്? എന്താ? സൂര്യമണ്ഡലവും ചന്ദ്രമണ്ഡലവും ചേർന്നാണ്. ഉടുപൻ എന്ന് പറഞ്ഞാൽ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അർത്ഥം. അപ്പൊ ദേവിയുടെ താടങ്കം സൂര്യചന്ദ്രന്മാരാണ്. ദേവിയുടെ ലളിതാ ത്രിപുര സുന്ദരിയുടെ കർണാഭരണങ്ങൾ എന്ന് പറയുന്നത് സൂര്യചന്ദ്രന്മാരാണ്. സൂര്യമണ്ഡലവും ചന്ദ്രമണ്ഡലവും ചേർന്നതാണ്. അണിഞ്ഞിരിക്കുന്ന താടങ്കമാണ്, തോടയാണ്, കമ്മലാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇടത് കാതിൽ അണിഞ്ഞിരിക്കുന്ന ആ താടങ്കം ചന്ദ്രമണ്ഡലത്തെയും വലത്തെ കാതിൽ അണിഞ്ഞിരിക്കുന്ന ആ താടങ്കം സൂര്യമണ്ഡലത്തെയും അഥവാ സൂര്യനെയും റെപ്രസെന്റ് ചെയ്യുന്നു. താടങ്ക യുഗളീഭൂത തപനോടുപ മണ്ഡല. ഓക്കെ.